ഡിഫറൻസ് ബിറ്റ്വീൻ ടാരിഫ് ആൻഡ് ക്വാട്ടയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബേസിസ് ഫോർ കമ്പാരിസൺ ആയിട്ട് നമ്മൾ ഫസ്റ്റ് അതിൻ്റെ മീനിങ് കൊടുത്തിരിക്കുകയാണ്. ടാരിഫ് റെഫേഴ്സ് ടു ദ ടാക്സ് ലെവീഡ് ഓൺ ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്. ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യും എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ചാർജ് ചെയ്യുന്ന ടാക്സിനെയാണ് ടാരിഫ് എന്ന് പറയുന്നത്. ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യും എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇമ്പോസ് ചെയ്യുന്ന ടാക്സിനെയാണ് ടാരിഫ്. ദെൻ ക്വാട്ട. Quota refers to the restriction imposed on the quantity of goods import. ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റിയുടെ മുകളിൽ ഇമ്പോസ് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ അല്ലേ. ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഇത്ര ക്വാണ്ടിറ്റിയെ ഇമ്പോർട്ട് ചെയ്യാവൂ എന്നുള്ള ആ റെസ്ട്രിക്ഷനെയാണ് ക്വാട്ട എന്ന് പറയുന്നത്. ദെൻ ഇഫക്റ്റ് ഓൺ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ടാരിഫിൻ്റെ കേസിൽ GDP ഇൻക്രീസ് ചെയ്യണു. ക്വാട്ടയുടെ കേസിൽ GDPയിൽ നോ ഇഫക്റ്റ്, ഒരു ചേഞ്ചും GDPയിൽ വരുന്നില്ല. ദെൻ റിസൾട്ട്. ടാരിഫിൽ ഫോൾ ഇൻ കൺസ്യൂമർ സർപ്ലസ്. ടാരിഫ് മെയിനായിട്ടും എഫക്റ്റ് ചെയ്യുന്നത് കൺസ്യൂമറിൻ്റെ സർപ്ലസ് ആണ്. പ്രൊഡ്യൂസറെ സംബന്ധിച്ച് പ്രൊഡ്യൂസറുടെ സർപ്ലസ് ഇൻക്രീസ് ചെയ്യുന്നു ടാരിഫിൽ. പക്ഷെ ക്വാട്ടയിൽ കൺസ്യൂമറുടെ സർപ്ലസ് ഫോൾ ചെയ്യുന്നു. കൺസ്യൂമർക്ക് സർപ്ലസ് ഇല്ല, സർപ്ലസ് കുറയാണ് ക്വാട്ടയിൽ. ഇനി ഇൻകത്തിൻ്റെ ബേസിൽ ടാരിഫിൽ ഇൻകം ഗവൺമെൻറ്റിനെയാണ്, ക്വാട്ടയിൽ ഇൻകം എന്ന് പറയുന്നത് ഇമ്പോർട്ടേഴ്സിനെയാണ്. അതാണ് ഡിഫറൻസ്. ഈ ടാരിഫിൻ്റെയും ക്വാട്ടയുടെയും ജസ്റ്റ് ഒരു ഡെഫിനിഷനും കൂടെ കൊടുത്തിരിക്കുകയാണ്. ഡെഫിനിഷൻ ഓഫ് ടാരിഫ്: എ കൈൻഡ് ഓഫ് ടാക്സ് വിച്ച് ഇസ് പെയ്ഡ് ഓൺ ദ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. നമ്മൾ കണ്ടു, ഒരു ടാക്സ് പോലെ തന്നെയാണ് ടാരിഫ്. അത് ഗുഡ്സ് ആൻഡ് സർവീസ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴാണ് അത് ചാർജ് ചെയ്യുന്നത്. ക്വാട്ട എന്ന് പറയുന്നത് ഗവൺമെൻറ് സെറ്റ് ചെയ്യുന്ന ഒരു ലിമിറ്റാണ്. അതായത് അത്രയും ഒരു ലിമിറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യാണ്, ഇത്രയും ലിമിറ്റ് മാത്രമേ ഇമ്പോർട്ട് ചെയ്യാവൂ എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ ഓഫ് ലിമിറ്റാണ്, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ ഓഫ് ക്വാണ്ടിറ്റിയാണ് ക്വാട്ട. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി കാണും ടാരിഫും ക്വാട്ടയും തമ്മിലുള്ള ഡിഫറൻസ്. ഇതെല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, താങ്ക് യു.